പെട്ടെന്നുണ്ടായ പ്ലാനാണേ. ഇന്നത്തെ നോമ്പുതുറ പുറത്തു നിന്നായാലോ? ഒറ്റ മെസ്സേജിൽ എല്ലാവരെയും സെറ്റ്. എവിടെ പോണമെന്ന് പ്ലാനൊന്നുമില്ല, അതൊക്കെ പോണ വഴിയിൽ തീരുമാനിക്കാം. പാതി വഴി ആയപ്പോഴേക്കും നോമ്പ് തുറക്കാനുള്ള സമയമായി. അതെങ്ങനാ, 5 മണിക്കാണല്ലോ ഇങ്ങനെ ഒരു പ്ലാൻ തോന്നിയത്. വഴിയരികിൽ വണ്ടി നിർത്തി. ഉമ്മ ആണെങ്കിൽ വീട്ടിൽ നിന്ന് ഫ്രൂട്ട്സും നാരങ്ങയുള്ളതും ഒക്കെ എടുത്തിട്ടുണ്ട്. അവർക്കറിയാം നമ്മൾ സമയത്ത് എങ്ങെത്തില്ലാന്ന്. നമ്മുടെ പ്ലാനിങ് അല്ലേ. അടഞ്ഞു കിടന്ന ഒരു കടയുടെ തട്ടിൽ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ വെച്ചു. സമയമായപ്പോൾ എല്ലാവരും നോമ്പ് തുറന്നു. അവിടെ വെച്ചൊരു തീരുമാനത്തിലായി. എല്ലാവരെയും വണ്ടിയിൽ കയറ്റി നേരെ കബാബ് ദുക്കാനിലേക്ക്. തിരുവനന്തപുരം കഴക്കൂട്ടത്തിൽ ടെക്നോ പാർക്കിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് കബാബ് ദുക്കാൻ. നമ്മൾ കാർ കുറച്ച് മാറ്റി പാർക്ക് ചെയ്തിട്ട് വന്നു. ഒരു നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബാണ് കബാബ് ദുക്കാൻ. ഡൈനിങ് ഏരിയ കുറവാണ്. 2 ടേബിൾ പുറത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. നമ്മളൊരു 10-16 പേരുണ്ടായിരുന്നേ. ഒരുമിച്ചിരിക്കുകയും വേണമല്ലോ. അതുകൊണ്ട് തന്നെ ഒന്ന് സെറ്റായി കിട്ടാൻ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കുഴപ്പമില്ല. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. ലോംവാം ലൈറ്റും ആ റെഡിഷ് ഇന്റീരിയർ പെയിന്റും ഒക്കെ ചേർന്ന് ഒരു കിടിലൻ ഫീൽ കിട്ടുന്നുണ്ട്. മെനു കിട്ടി എന്ത് വാങ്ങണമെന്ന് കൺഫ്യൂഷനായി. ഇവിടെ ഒരുപാട് ടൈപ്പ് റോൾസും കബാബും പല വെറൈറ്റി ടിക്കയും ഒക്കെ അവൈലബിൾ ആണ്. നമ്മൾ മലായി ചിക്കൻ ടിക്ക ഗ്രേവി, ആചാരി ചിക്കൻ ടിക്ക ഗ്രേവി, ദുക്കാനി ചിക്കൻ ടിക്ക, പനീർ മലായി ടിക്ക, പിന്നെ കുറച്ച് ബട്ടർ നാനും റൊമാലി റൊട്ടിയും ഒക്കെ ഓർഡർ ചെയ്തു. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഐറ്റംസ് വന്നത് മാത്രം ഓർമ്മയുണ്ട്. പരസ്പരം അടിച്ചു മാറ്റിയും അടികൂടിയും. അതൊക്കെ ഇതിനിടയിൽ ഒരു രസമാണ്. സെർവ് ചെയ്യാൻ നിന്നാൽ കഴിക്കാൻ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ നൈസായി അതിൽ നിന്ന് ഒഴിഞ്ഞു. ദാ ഈ കുരുപ്പുകൾ കഴിക്കുന്നത് കണ്ടോ? സെറിലും മിച്ചു. വീട്ടിലാണെങ്കിൽ കഴിപ്പിക്കാൻ പെടുന്ന പാട്. എന്തായാലും എല്ലാവരുടെയും മുഖം കണ്ടാൽ അറിയാം. എല്ലാവർക്കും ഫുഡ് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിള്ളേരുടെ മുഖത്തൊക്കെ ഒരു സന്തോഷം കാണുന്നുണ്ട്. ഇവിടെ ഒരാൾ പ്ലേറ്റ് വരെ വഹിക്കുന്നുണ്ട്. ആ പാത്രം അങ്ങ് തിരിച്ചു കൊടുത്താൽ മതിയായിരുന്നു. ചുമ്മാ വെറുതെ ഒരു ഷോ. എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടും ഇവിടെ ഒരാൾ കഴിഞ്ഞിട്ടില്ല. ഒരു ചിക്കന്റെ പീസ് പോലും തിരിച്ചു കൊടുക്കില്ല എന്ന വാശിയാണെന്ന് തോന്നുന്നു. എന്തായാലും അവനെ ഒരുവിധം സെറ്റാക്കി അവിടെ നിന്നിറങ്ങി. ബൈ ബൈ കബാബ് ദുക്കാൻ.